أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യ അധ്യക്ഷൻ, ബഹുമാന്യരായ ഈ പള്ളുരുത്തി മണ്ഡലത്തിലെ കേരള നദ്വത്തുൽ മുജാഹിദീൻ മണ്ഡലം സാരഥികളെ, ബഹുമാന്യരായ പണ്ഡിതരെ, ശ്രേഷ്ഠ സമ്പന്നരായ ഈ പ്രദേശത്തെ പിതാക്കളെ, മാതാക്കളെ, സഹോദരീ സഹോദരന്മാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, കുട്ടികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരമകാരുണികനും കരുണാവാരിധിയുമായ അള്ളാഹുവിൻ്റെ രക്ഷാ സമാധാനം നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ബഹുമാന്യനായ ഒരു അതിഥി ഇവിടെ എത്തിച്ചേരാനുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് അദ്ദേഹം സമ്മാനം കൊടുക്കും. അവരുടെ ക്യാമ്പ് ഇന്ന് സമ്മാനമാണ്. അത് ഇവിടെ എവിടെയോ ഉണ്ട്. അവരിപ്പോൾ അത് അന്വേഷിക്കുകയാണ്. കിട്ടാനുള്ളവരാരൊക്കെയാണെന്ന് നമുക്കറിയില്ല, പക്ഷെ അവർക്കറിയാം. അവരുടെ മനസ്സിൽ ഇന്ന് രാവിലെ മുതലേ, ഇന്നലെ മുതലേ അത് തന്നെ. അത് വാങ്ങണം, അതെപ്പോഴാ കിട്ടുക, അതാരാ തരിക, അത് വാങ്ങുമ്പോ വാപ്പ ഉമ്മ സദസ്സിലുണ്ടാവുമോ, അത് വാങ്ങിയ ആ സന്തോഷം വീട്ടിൽ വന്നാൽ എങ്ങനെയാണ് നമ്മൾ പങ്കുവെക്കുക. ഇന്ന് അതവരുടെ സ്വപ്നമാണ്. ഇതുപോലെയുള്ള ഒരു സമ്മാനം നമുക്ക് വാങ്ങണം. അത് ആരാ ദാനം നിർവഹിക്കുക എന്ന് ചോദിച്ചാൽ അത് തരിക പടച്ചോനാണ്. കാണാൻ കുറേ ആൾക്കാരുണ്ടാവും. ലോകത്ത് ജനിച്ച് ജീവിച്ച് മരിച്ചുപോയ സർവ്വ മനുഷ്യരും സംഗമിക്കുന്ന സമ്മേളന വേദിയിൽ വെച്ചാണ് അത് നമുക്ക് നൽകുക. ഒരു കുട്ടി അത് വാങ്ങാൻ കാത്തിരിക്കുന്നത് പോലെ അതിനേക്കാൾ താല്പര്യത്തോടുകൂടെ നമ്മൾ അത് വാങ്ങാൻ നമ്മുടെ ഭാവി നമുക്ക് ചിട്ടപ്പെടുത്തിയെടുക്കണം. ഇതുവരെ ഉദ്ഘാടനവും അതോടൊപ്പം അനുബന്ധിച്ചുള്ള പ്രാദേശികമായി നമ്മുടെ നാടിനെക്കുറിച്ച് അറിയുന്ന അബ്ദുൽ കരീം മൗലവി
പാരത്രിക ലോക നേട്ടത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുകയായിരുന്നു. ഞാൻ ഈ സമയത്ത് എത്തിയാൽ മതിയില്ലേ എന്ന് ഇന്നലെ ഒരനുവാദം വാങ്ങിയിരുന്നു. 2:30 മണിക്കാണ് വീട്ടിലെത്തുന്നത്. 4:30 മണിക്ക് പോന്നും ചെയ്തു. വാപ്പാനി ഉമ്മാനി എങ്ങനെ നോക്കണം എന്നുള്ള ക്ലാസ് എടുക്കാൻ വേണ്ടി വാപ്പാനി ഉമ്മാനി നോക്കാതെ പോകുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഒരു സന്തോഷമുണ്ട്. കാരണം ഒരു നല്ല ഒരു സ്ഥലം, കുറേ ആളുകൾ ഒരുമിച്ച് ഇരിക്കുന്നു. നല്ല കാര്യത്തിനു വേണ്ടിയാണ്, ചീത്ത കാര്യത്തിനു വേണ്ടി ആരും ഇവിടെ വന്നിരിക്കുന്നില്ല. ചില സ്ഥലങ്ങളിലൊക്കെ മുജാഹിദുകളുടെ പ്രസംഗം വീക്ഷിക്കാൻ ഒക്കെ ആളെ പറഞ്ഞയക്കാറുണ്ട്, കുറെ മുമ്പ് കാലത്തൊക്കെ. ഇപ്പം അതാരും പറഞ്ഞയക്കില്ല. ആരെങ്കിലും പറഞ്ഞയച്ചാൽ അവൻ പിന്നെ ആ ക്യാമ്പിൽ ഇരുന്ന് വൈകുന്നേരം ആവുമ്പോൾ തൗഹീദൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സജീവ മുവഹിദായി പോയി. ഇപ്പം ആരും പറഞ്ഞയക്കലില്ല. കാരണം പറഞ്ഞയച്ചോനേക്കാൾ എരപ്പായി പോവുമോ എന്ന ഭയപ്പാട് കൊണ്ടാണോ എന്നറിയില്ല, അതോ മുവഹിദായി പോകുന്നതിൻ്റെ ഭയപ്പാടാണോ എന്നറിയില്ല, വരാറില്ല. പക്ഷെ ഈ ഒരു സന്ദർഭത്തിൽ മാതാപിതാക്കൾ എന്ന ഒരു വിഷയം അത് മാത്രമാക്കി തന്നു എന്നതുകൊണ്ട് അതിനെക്കുറിച്ച് വിശാലമായ ഒരു പ്രസംഗത്തിൻ്റെ ആവശ്യം ഇല്ല. നമുക്കിത് കഴിഞ്ഞാൽ ഒരു കുട്ടികളുടെ സമ്മാനദാനം നടക്കുന്നു. അത് കഴിഞ്ഞാൽ സെഷൻ 3 നിസ്കാരമുണ്ട്. അത് കഴിഞ്ഞാൽ സെഷൻ 4 ഭക്ഷണമുണ്ട്. അത് കഴിഞ്ഞ് 2 മണിക്ക് പരിപാടി ആരംഭിക്കണം. മാതാപിതാക്കൾ ആരാണ് എന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ തന്നെയാണ്, നമ്മളെല്ലാവരും. ഒരു 10, 25, 26 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരും നിർബന്ധിതമായി ആകേണ്ടുന്ന ഒന്നാണ് നമ്മുടെ മാതാവും പിതാവുമൊക്കെ. അവരോട് പറയേണ്ടത് മക്കളെ നന്നായി വളർത്തുക എന്നാണ്. ഇന്നലെ പത്രത്തിൽ കണ്ടു, 2 പെൺകുട്ടികൾ കഴുത്ത് ഞെരിക്കപ്പെട്ട്, ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയും കഴുത്ത് ഞെരിക്കപ്പെട്ട് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. ഉമ്മ ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ഷെരീഫ് എന്ന വാക്കിന്റെ അർത്ഥം ശ്രേഷ്ഠൻ എന്നാണ്. ഷഫീഖ് എന്ന് പറഞ്ഞാൽ വാത്സല്യനിധി എന്നാണ് അർത്ഥം. വാപ്പയും ഉമ്മയുമുള്ള ഷഫീഖ് എന്ന കുട്ടിക്ക് വേണ്ടി നമ്മുടെ കേരള സർക്കാർ 5 ലക്ഷം രൂപയോളം ചെലവഴിച്ചു കഴിഞ്ഞു. നമ്മളൊക്കെ നോക്കാനുണ്ടായിട്ട് നമ്മുടെ കുട്ടികൾക്ക് ഈ ഗതി വരുന്നത് സ്നേഹം നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. അള്ളാന്റെ റസൂൽ അലൈഹി സ്വലമയോട് ചോദിച്ചത്, ഒരാൾ വന്നിട്ട് ചോദിച്ചത്, റസൂലെ ഞാൻ 4 കുട്ടികളെ കൊന്നു വരികയാണ്, നിങ്ങൾക്കതിനെക്കുറിച്ച് അഭിപ്രായം എന്താ എന്നല്ല ചോദിച്ചത്. നബിയെ, നിങ്ങൾ എന്താണ് ഈ ഉമ്മ വെക്കുന്നത്? എനിക്ക് 4 മക്കളുണ്ടായിട്ട് ഇതുവരെ ഉമ്മയൊന്നും വെക്കാറില്ല, ചുംബിക്കാറൊന്നുമില്ല എന്നേ പറഞ്ഞത്. അപ്പൊ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, നിന്റെ മനസ്സിൽ നിന്ന് അള്ളാഹു കാരുണ്യം എടുത്തു കളഞ്ഞ് തരാൻ എൻ്റെ അടുത്ത് മാർഗമൊന്നുമില്ല മോനെ, ചോദിച്ചോന്ന. നമ്മളിങ്ങനെയൊക്കെ വാർത്ത വായിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ അള്ളാഹു കാരുണ്യത്തെ ഒക്കെ കൊണ്ടുപോയിരിക്കുന്നു. ഇല്ല, ഇനി എങ്ങനെയാണ് ഇവരെയൊക്കെ നമ്മൾ വളർത്തിയെടുക്കാൻ? എവിടെ നിന്നാണ് ഇത് കിട്ടുക? വില കൊടുത്ത് വാങ്ങാൻ കിട്ടുമായിരുന്നുവെങ്കിൽ നമുക്ക് കൊച്ചിയിലോ നമ്മുടെ എറണാകുളത്തൊക്കെ പോയി വാങ്ങാമായിരുന്നു. പക്ഷെ ഇത് അള്ള തരണം, അള്ളഹാനോട് ചോദിക്കുക. നമ്മൾ അള്ള തരട്ടെ, നിരന്തരമായി ചോദിക്കുക. ബർക്കത്ത്, അനുഗ്രഹം ഒക്കെ ആവാം, പക്ഷെ കാരുണ്യം തന്നെ ചോദിക്കാം. കാരണം ഇർഹമു മൻഫിൽ അർളി യർഹമുക്കും മൻഫിസ് സമാ, ആകാശത്തുള്ളവൻ കരുണ കാണിക്കുക എന്ന് പറഞ്ഞാൽ കരുണ ഒരു കവറിലാക്കിയിട്ട് നമ്മളെ മുമ്പിൽ കാണിച്ചു തരുന്നല്ല, നമുക്ക് കരുണയുടെ ആ ഒരു അനുഭവം ഇങ്ങനെ കിട്ടും. ഒന്നും ആർക്കും അത് കിട്ടുന്നില്ല. ഖുർആൻ പറഞ്ഞത്, വഖലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായിരുന്നു ഞാൻ വരുമ്പോൾ സമാപനത്തിന്റെ വാചകം. അള്ളാഹനെ മാത്രം ആരാധിച്ച് ജീവിക്കുക.
ജീവിക്കുന്നുവെങ്കിൽ അള്ളാഹനെ മാത്രം ആരാധിക്കുക. അതിൽ യാതൊരു കുഴപ്പവും പറ്റാതിരിക്കുക. അത് വരാതിരിക്കാൻ നമ്മൾ സദാ ജാഗ്രത പുലർത്തി കാത്തിരിക്കണം. കണ്ണ് തുറന്ന് കാത് തുറന്ന് കാത്തിരിക്കണം. വബിൽ വാലിദൈനി ഇഹ്സാന, അമ്മനോടും ഉപ്പനോടും നിങ്ങൾ നല്ല നിലയിൽ വർത്തിക്കണം, സ്നേഹിക്കണം. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. വേഗം പറഞ്ഞു പോകും. ഉത്ബുദ്ധമായൊരു സദസ്സാണ്. ഞാൻ ഈ പ്രദേശത്ത് ക്യാമ്പിന് വരുന്നത് 3ാമത്തെ പ്രാവശ്യമാണ്. നിങ്ങളെ റോഡിന്റെ വളവും തിരിവും കണ്ടപ്പോൾ എനിക്ക് ആ സ്ഥലം ഏകദേശം ഓർമ്മ വന്നു. അപ്പൊ അതുകൊണ്ട് കുറേ നിങ്ങൾ കേട്ടതാണ്. കുറേ ആലിമുകളുടെ ഉപദേശങ്ങൾ കേട്ട് ആളുകളൊക്കെ പറയാറുണ്ട്, വഅള് കേട്ടിട്ട് നന്നാകുകയാണെങ്കിൽ മൈക്ക് നന്നാകുകയല്ലാതെ എന്ന ഒരു ധാരണയുണ്ട്. പോരാ, അതിൻ്റെ അപ്പുറം നമ്മുടെ ഹൃദയമൊക്കെ എങ്ങനെ നന്നാവുകയാണ്. നിങ്ങൾ നിങ്ങളുടെ കുട്ടിയോട് പറഞ്ഞത് കുട്ടി അപ്പോൾ തന്നെ പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് എന്തൊരു സന്തോഷം ഉണ്ടാവാറുണ്ട്. അള്ളാഹു നമ്മളോട് പറഞ്ഞ കാര്യം നമ്മൾ ഉടനടി അത് നടപ്പാക്കുന്നത് കാണുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക ആരാണ്? അള്ളാഹുവാണ്. നമ്മൾ വാപ്പനെയും ഉമ്മനെയും നോക്കിയാൽ അതിന്റെ സന്തോഷം വാപ്പ ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് അനുഭവിക്കുള്ളൂ. ഉമ്മയെ, കാരണം മക്കൾ എന്ത് കണ്ടിട്ടാണ് ഇപ്പൊ ഈ ചെയ്തു തരുന്നതെന്ന് അറിയില്ല. ചിലപ്പോൾ ആധാരമൊക്കെ കൊണ്ടുപോകാനാണോ എന്ന് ധാരണ ഉണ്ടാവും. പക്ഷെ അള്ളാഹ്ക്ക് അതില്ലല്ലോ, കാരണം നമ്മളെ കുറിച്ച് എല്ലാം അറിയുന്നത് കൊണ്ട്. അപ്പൊ അള്ളാഹു ആണ് അതിൽ ഏറ്റവും സന്തോഷിക്കുക. അപ്പൊ അള്ളാഹ് പറയാണ്, വബിൽ വാലിദൈനി ഇഹ്സാന ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ. പ്രായം ചെന്ന് ആധിക്യം വന്നു. ഇപ്പോഴത്തെ പ്രായം എന്ന് പറയുന്നത് 80ഉം 90ഉം ഒന്നും വേണ്ട. നമ്മൾ വിചാരിക്കണം എന്താ അറിയോ, പാപ്പാനോടും ഉമ്മാനോടും ഒക്കെ നന്മ ചെയ്യണം, അത് ഒരു അതിനാകട്ടെ എന്നാ. രാവിലെ കണ്ടില്ല, നിങ്ങൾ നടക്കണവനോട് ചോദിച്ചാൽ ഈ എങ്ങോട്ടാ പോകണമെന്ന് ചോദിച്ചാൽ പറയും ഞാൻ നടക്കാൻ പോവുക. അപ്പോൾ വേറെ എവിടുന്നോ തുടങ്ങാൻ പോവുകയാണ്, നടക്കല്ല ഇപ്പം. അതിന് ഇനി അവിടെ നിന്നൊരു വേറെ സ്റ്റെപ്പ് ഉണ്ട്, കൂട്ടുകാരെ കൂട്ടി അവിടെ നിന്ന് തുടങ്ങണം. അങ്ങനെ കാത്തിരിക്കേണ്ട നമുക്ക്, ഇപ്പോഴേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് ഇനി മറ്റൊരു സന്ദർഭമില്ല അല്ലേ? നമ്മളിങ്ങനെ നടക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് നടന്ന് വളരെ സ്പീഡിൽ പോകുന്നു. അതിൻ്റെ ഇടയിൽ നമുക്ക് നമ്മളുടെ സഞ്ചാരത്തിലൊക്കെ വളരെ ശ്രദ്ധിച്ചു പോകുന്ന ഒരാളെ കാണുന്നു. അതിൻ്റെ മുമ്പ് കുറച്ചൊക്കെ സ്പീഡിലായിരുന്നു നടന്നിരുന്നത്. അപ്പൊ അദ്ദേഹത്തോട് ചോദിക്കുന്നു, നിങ്ങളെന്താ ഇങ്ങനെ സ്പീഡിൽ നടക്കണേ? മോനെ, ഒരു 2 ആഴ്ച മുമ്പ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന 2 കൈയുണ്ടായിരുന്നു ആകാശത്തേക്ക് ഉയർത്തുന്ന. അത് കഴിഞ്ഞ ആഴ്ചയോടുകൂടി ആ കൈ താന്നുപോയി. അതുകൊണ്ട് ഞാനിപ്പോൾ വളരെ ശ്രദ്ധിച്ചാ നടക്കാറുള്ളത്. ഏതാണ് ആ 2 കൈ? മാതാവിന്റെ 2 കൈകളായിരുന്നു. ആ ഉമ്മ മരിച്ചുപോയി. ഇനി ഞാൻ വളരെ ശ്രദ്ധിച്ച് നടക്കണം. കാരണം അള്ളാന്റെ കാവൽ ഇത്രയും സമയം കിട്ടിയത് ആ ഉമ്മ. നമ്മളൊക്കെ വീട്ടിൽ നിന്ന് പോരുമ്പോൾ ഉമ്മമാര് തേടും, പടച്ചോനെ ആ പോകുന്ന എൻ്റെ കുട്ടി, എൻ്റെ പോകുന്ന ആ മോൻ, എൻ്റെ പോകുന്ന ആ ബസ്സിൽ കയറി ആ വീട്ടിലേക്ക്, കെട്ടിച്ചയച്ച വീട്ടിലേക്ക് പോയ എൻ്റെ മോള്, പടച്ചോനെ ആ യാത്ര അജി സഫലാക്കി കൊടുക്കണേ, പടച്ചോനെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കരുത്. അങ്ങനെയൊക്കെയുള്ളൊരു പ്രാർത്ഥനയിലൊക്കെ ആണ് നമ്മളിങ്ങനെ രക്ഷപ്പെട്ട് ഈ കോടാനുകോടി വാഹനങ്ങൾക്കിടയിൽ നിന്ന്, ലക്ഷക്കണക്കിന് ടയറുകൾക്കിടയിൽ നിന്ന് രക്ഷപ്പെട്ട് വീട്ടിലൊക്കെ എത്തുന്നത്. അവരോട് നിങ്ങൾ ചേ എന്ന മ്ലേച്ഛ വാക്കുകൾ പറയും. ഉമ്മ സാരമില്ല, ഉപ്പ സാരമില്ല, അത് സാരമില്ല ഉപ്പ. ഉപ്പ ഇങ്ങോട്ട് ചീത്ത പറഞ്ഞാൽ പോലും സാരമില്ല, നിങ്ങളത് അത്ര കാര്യമായി എടുക്കലും ഉപ്പ. എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നു പോയതാ. ഈ ഒരു 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 സന്തോഷത്തിന്റെ വാക്ക് ഉച്ചരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അവരെ നിങ്ങൾ ആട്ടി ഓടിക്കരുത്. നമ്മുടെ വീട്ടിൽ നിൽക്കുന്നത് വലിയൊരു അനുഗ്രഹമാണ്. ഉപ്പ വീട്ടിലുണ്ടാകുന്നത്, ഉമ്മ വീട്ടിലുണ്ടാകുന്നത് വലിയൊരു സന്തോഷമാണ്. നമ്മുടെ പേരക്കിടാങ്ങളാണ് അത് ഏറ്റവും കൂടുതൽ അറിയുക. നമ്മുടെ മക്കൾ നമ്മളെക്കാൾ കൂടുതൽ. നമ്മളെ വാപ്പ വന്നാൽ നമ്മളോട് പറയാണ്, ഞാൻ പോവാട്ടോ, ആ നിങ്ങള് പോയിക്കോ എന്ന് പറയും. നമ്മളെ കുട്ടികൾ എന്താ പറയാ, ഉപ്പ നിങ്ങൾ ഇന്ന് പോണ്ട, നിങ്ങളിന്ന് പോകണ്ട, ഒന്ന് പറഞ്ഞു നോക്കുകയാണ്. അവരന്ന് പോവും, എങ്കിലും നിങ്ങൾ പോകണ്ട എന്ന് അവരോട് പറയുന്നത് മദ്രസയെ പഠിക്കണ നമ്മളെ കുട്ടികളാണ്. 5ാം ക്ലാസ് പൊതുപരീക്ഷയൊക്കെ കഴിഞ്ഞ് വന്ന് 10-30 വയസ്സായ നമുക്ക് പറയാൻ തോന്നുന്നില്ല. എന്തുകൊണ്ടാണോന്ന് അറിയില്ല, നമ്മളെ ഹൃദയം കടുത്തുപോയോ എന്നറിയില്ല. അവരാണത് പറയുന്നത്. അപ്പൊ അവരോട് മാന്യമായ വാക്കുച്ചരിക്കും. ആദർശപരമായി ചിലപ്പോൾ
ഈ തത്വം മനസ്സിലാക്കാത്ത ഉപ്പമാരുണ്ടാവാറുണ്ട്. അവരെ കുറിച്ച് നമ്മൾ പരലോകത്ത് പോലും കുറ്റം കിട്ടുന്ന ഒരു വാക്ക് പറയാറുണ്ട്, എന്റെ വാപ്പ ആനക്കുറാഫിയാണ് അല്ലേ. വാപ്പക്ക് പറഞ്ഞു കൊടുക്കുക, ഉപ്പ തെറ്റാണ്, ഇന്നത് ശിർക്കാണ്, ഉപ്പ അത് ചെയ്യാൻ പാടില്ല. ഉപ്പ നിങ്ങളൊരു വസിയത്ത് എഴുതി തരണം ഒരു പേപ്പറിൽ, എന്താ, ഞാൻ മരിച്ചാൽ ഇവിടെ കണ്ണോക്ക് കഴിക്കുകയോ ഇവിടെ മരിച്ച വീട് എന്ന അർത്ഥത്തിൽ ഖുർആൻ പാരായണം പ്രത്യേകമായി നടത്തപ്പെടുകയോ ചെയ്യരുത്. അതെന്തിനാ മോനെ അങ്ങനെ? വാപ്പ അത് ബിദ്അത്താണ്. അപ്പൊ അത് നീ ഇല്ലേ ഇവിടെ? ഞാൻ പറഞ്ഞാലും ഉപ്പ അമ്മാവന്മാരും എളാപ്പാരും മുത്താപ്പാരും ഒക്കെ അല്ലേ, നിങ്ങൾ ഒരു പേര് എഴുതി താഴെ ഒരു ഒപ്പിട്ട് തന്നാല് എനിക്ക് ഉസ്താദിന് അത് കാണിച്ചു കൊടുക്കാലോ. അപ്പൊ പിന്നെ ഇവിടെ എന്ത് ചെയ്യില്ല, ബിദ്അത്തുകളൊന്നും ഉണ്ടാവില്ല. ആ മോനെ എന്നാ ശരി, നീ അത് പറഞ്ഞ സ്ഥിതിക്ക് ഞാനത് ചെയ്തു തരാം. ആ ഉപ്പ മുവഹിദിന്റെ ഒരു കഷ്ണമാണ്. നമുക്കത് മനസ്സിലാകാതെ പോയതാണ്, നമ്മൾ വെറുതെ കുറ്റപ്പെടുത്തിയതാ. അപ്പൊ ഏകദൈവ വിശ്വാസത്തെക്കുറിച്ചും അതുപോലെ തന്നെ ധർമ്മത്തെക്കുറിച്ചും കർമ്മത്തെക്കുറിച്ചും തൗഹീദിനെ കുറിച്ചും സുന്നത്തിനെ കുറിച്ചും ബിദ്അത്തിനെ കുറിച്ചും ഒക്കെ പരസ്പരമുള്ള ചർച്ചകളിൽ നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ ആഗ്രഹിക്കുന്ന പ്രതീക്ഷിക്കുന്നത് പോലെ നമുക്കൊന്ന് സുഖത്തിൽ പോകാൻ ഭാഗ്യമുണ്ടാകും. അള്ളാന്റെ കാര്യം പറഞ്ഞാൽ അടുത്തത് ഉമ്മാന്റെയും വാപ്പന്റെയും കാര്യം പറയാൻ ഖുർആനിനെ പ്രേരിപ്പിച്ച ഒരു ഘടകം. ഖുർആൻ അങ്ങനെ വരാനുള്ള കാരണം എന്താണ് നമുക്ക് അറിയാമത്. ഇമാം റാസി തങ്ങൾ പറയാണ്, ഇന്ന സബബൽ ഹഖീഖിയ്യ ലിവുജൂദിൽ ഇൻസാൻ ഹുവ തഖ്ലീഖുല്ലാഹ്. നിങ്ങൾ അടിസ്ഥാനപരമായി ഈ ലോകത്ത് സൃഷ്ടിക്കപ്പെടാനുള്ള കാരണം അല്ലാഹുവാണ്. ഭൗതികപരമായ കാരണം വസ്സബബുല്ലാഹി ഹുവൽ അബവാനി. ഭൗതികപരമായി നിങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ കാരണം നിങ്ങളുടെ വാപ്പയും ഉമ്മയുമാണ്. അതുകൊണ്ടാണ് അള്ളാനെ പറഞ്ഞാൽ ഉടൻ വാപ്പാനെ ഉമ്മാനെ പറയുന്നത്. അപ്പൊ തൗഹീദുള്ള ഒരു വീട്ടിൽ വാപ്പ നിന്ദിക്കപ്പെടാൻ പാടില്ല, ഉമ്മ നിന്ദിക്കപ്പെടാൻ പാടില്ല. എന്നാൽ ഒരു സ്ഥലം ഒരു ആരാധനക്ക് വേണ്ടി കയറിയതാണ്. ഒരു നിസ്കാര കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഒരു സുഹൃത്തിനെ കണ്ടു. വീട്ടിലെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഒക്കെ സങ്കടകരമാണ്. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? ഒന്നുമില്ല, അത് ഒക്കെ ഒരു വലിയ കഥയാണ്. ഞാൻ പറഞ്ഞു, പറയൂ, എന്താണ്, കേൾക്കട്ടെ. എനിക്കറിയാത്ത കാര്യങ്ങളാണെങ്കിൽ ദീനുള്ള കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യാലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഉമ്മയുടെ മരണശേഷം രണ്ടാമതൊരു കല്യാണം കഴിച്ചു. ഞാൻ പറഞ്ഞു, അൽഹംദുലില്ലാ. അദ്ദേഹം ചോദിച്ചു, എന്താ അങ്ങനെ നിങ്ങൾ പറയാൻ? വാപ്പ, നമുക്ക് വാപ്പയുണ്ട്, വാപ്പക്ക് വാപ്പയില്ല, വാപ്പക്ക് ഉമ്മയില്ല, വാപ്പക്ക് ഭാര്യയില്ല. ഓർക്കണം നമ്മൾ അല്ലേ? അപ്പൊ ഒരു ഷെയറിങ്ങിന് അള്ളാഹു അനുവദിച്ച എന്നിട്ട് അതിൽ കുഞ്ഞുണ്ടായി. വാപ്പ സ്വത്ത് ഞങ്ങൾക്കുള്ളതൊക്കെ തന്നു, പക്ഷെ അവർക്ക് കുറച്ചവിടെ ഒന്നിച്ചു വെച്ചിരുന്നു. മരണശേഷം അത് അവർ കൊണ്ടുപോയി. ഞാൻ പറഞ്ഞു, അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് വാപ്പങ്ങൾക്ക് ജീവിക്കാനുള്ള വകുപ്പ് അൽഹംദുലില്ലാ. വിദേശത്തായിരുന്നു, നാട്ടിലെത്തിയിട്ടുണ്ട്, അൽഹംദുലില്ലാ. ആ കുട്ടികൾക്കോ? നിങ്ങൾ അത്ര ഉണ്ടോ? ഞങ്ങൾ അത്ര അല്ല, വാപ്പ കൊടുത്തിട്ടും അവർക്ക് അത്ര ആയിട്ടില്ല, അൽഹംദുലില്ലാ. ഒന്ന് ഓർത്തു നോക്കൂ. ആ വാപ്പയെ നമ്മൾ കുറ്റപ്പെടുത്തുന്നത് അല്ലെങ്കിൽ മനസ്സിൽ ഒരു വെറുപ്പ് തോന്നുന്നത് വാപ്പ ചെയ്ത കുറെ സൽക്കർമ്മത്തിന്റെ പേരിലാണ്. അങ്ങനെ ഒരിക്കലും വാപ്പയെ കുറിച്ച് ചിന്തിക്കാൻ പാടില്ല. വാപ്പന്റെ സ്വത്ത് വാപ്പാക്ക് എന്തും ചെയ്യാം, അത് നമ്മൾക്കാർക്കും ഇടപെടാൻ അധികാരമേ ഇല്ല. അതിന്റെ പേരിൽ അതിന്റെ മുമ്പ് വെളിച്ചെണ്ണ മുതൽ കടുക് മുതൽ തലയിൽ എണ്ണ തേച്ച് തന്ന് പൊടിയോണ്ട് വായ കഴുകി തന്ന് വൃത്തിയാക്കി സ്കൂൾക്കും മദ്രസക്കും പറഞ്ഞയച്ച് 10-30 വയസ്സ് വരെ പോറ്റി വളർത്തിയത് മറക്കാൻ നമുക്ക് എങ്ങനെയാണ് ഒരു മുസ്ലിമിന് പാടുണ്ടോ? ഇല്ല. അതുകൊണ്ട് അത് ക്ഷമിച്ചേക്കുക. ധർമ്മസമരത്തിന് ഇറങ്ങുന്ന മനുഷ്യനെ, ആ ധർമ്മസമരത്തിന് താല്പര്യത്തോടെ ഇറങ്ങുന്ന ഒരാൾ പ്രവാചകന്റെ അടുക്കൽ വന്ന് പറയുന്നു, പ്രവാചകരെ, ഞാൻ ധർമ്മസമരത്തിന് ഇറങ്ങുകയാണ്, പക്ഷെ എങ്ങനെ പോരുമ്പോ വാപ്പാക്കും ഉമ്മാക്കും ഒക്കെ വിഷമുണ്ട്, ഞാനില്ല എന്നുള്ളതുകൊണ്ട് ഒരു കരയാണ്. അപ്പോ ഫർജിഇല വാലിദൈക്, മാതാപിതാക്കളുടെ അടുക്കലേക്ക് മടങ്ങുക, ഫഹ്സിൻ സുഹ്ബത്തഹ, അവരോടുള്ള നിന്റെ സഹവാസം അത് ഏറ്റവും നന്നാക്കുക എന്നാണ്. വാപ്പന്റെ അടുത്തൊക്കെ പോയിട്ട് തറവാട്ടിലൊക്കെ പോയിരുന്നിട്ട് നിലത്തൊക്കെ പോയിരിക്കുന്ന ആൾക്കാരുണ്ട്. വാപ്പ അവിടെ ഇരിക്കുമ്പോ താഴെ ഇരിക്കുക. വാപ്പ ഈ ബെഞ്ചമിൻ ഞാൻ നിലത്ത്, അതൊരു മേലെന്ന് താഴത്തേക്ക് കേൾക്കുകയാണ്. ഭയങ്കര സന്തോഷമാണത്. ചിലപ്പോ എന്ത് ചെയ്യും, വാപ്പ ഇരിക്കണ കട്ടിൽമ തന്നെ വെട്ടിയിട്ട്
ഒരു മരം പോലെ അവിടെ കിടക്കും. ബാപ്പ പറയും എന്താ ഇവിടെ അവിടെ കിടക്കുകയാണ്. ബാപ്പക്ക് ഭയങ്കര സന്തോഷമാണ്. ഉമ്മന്റെ അടുത്ത് ഇരിക്കുകയാണ്, ഉമ്മനോട് വിവരങ്ങളൊക്കെ ചോദിക്കുകയാണ്, അടുത്ത് ഇടപഴകുകയാണ്. നിങ്ങളുടെ കുട്ടി നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതിനേക്കാൾ സുന്ദരമായി നമ്മൾ അവരോട് പെരുമാറുക. വാപ്പ ജമാഅത്തിന് വന്നപ്പോ വാപ്പ കരയാണ്. എന്താ ഉപ്പ? ഒന്നുമില്ല, ചെറിയ എന്താണ് നിങ്ങക്ക് എന്താ പൈസ? ഒന്നുമല്ല മോനെ, പൈസ ഇത്രയും കാലം ഉണ്ടായിട്ടാ നമ്മള് സമാധാനത്തിൽ നടന്ന്. ചെറിയൊരു അസ്വാസ്ഥ്യമുണ്ട്. എന്താണ്? നീ വേണ്ടതുപോലെ എന്നോട് എന്തോ ഒരു ഇത്. ഞാനാണോ? അല്ല, നിന്റെ ഭാര്യ. വലിയ ഗൗരവമല്ലേ അത്? ഭാര്യമാരെ, ഞങ്ങളെ നിങ്ങൾ കാണുന്നത്, നിങ്ങളെ ഞങ്ങൾ കാണുന്നത്, ആ ഒരു ബന്ധം അള്ളാഹുവിന്റെ വിധിയുടെ ഭാഗമാണ്. അതേപോലെ ഞങ്ങളെ ബാപ്പാരെ ഉമ്മാരെ നിങ്ങൾ സ്നേഹിച്ചു നോക്കുന്നുണ്ട്, ആ സന്തോഷം പറയാണ്. അതിൽ കുഴപ്പമുണ്ടാകാൻ പാടില്ല. അഥവാ അവര് കരഞ്ഞാൽ, എന്നെ കൊണ്ട്, എന്റെ ഭാര്യയുടെ കാരണം കൊണ്ട്, എന്റെ കുട്ടികളുടെ നാവിന്റെ നീളം കൊണ്ട് ഒക്കെ നമ്മളുടെ വാപ്പയോ ഉമ്മയോ കരയേണ്ടി വന്നാൽ നമ്മൾ എന്തായാലും ഇവിടുന്ന് കരയാണ്ട് രക്ഷപ്പെട്ടു പോകുന്നു തോന്നുന്നില്ല. രണ്ടുപേരെയും നീ കരയിപ്പിച്ചതുപോലെ രണ്ടുപേരെയും നീ ചിരിപ്പിക്കുക. നീ എവിടെ ചെന്നിട്ട് അവരെ ചിരിപ്പിക്കണം, തുടച്ചു കൊടുക്കണം. ഉമ്മയുടെ കണ്ണീര് അല്ലേ കുട്ടികൾ പാടാറുണ്ട് മദ്രസയിൽ. ഉമ്മയുടെ കാൽപ്പാടിലെ, ഉമ്മാന്റെ കാലിനരികെയാണ് സ്വർഗം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. കുട്ടികൾ മദ്രസ എന്നൊക്കെ പാടാറുണ്ട്. ഉമ്മാന്റെ കാലടിപ്പാടിലാണ് സുബർക്കം ഓർത്തോളൂ. കുട്ടികളെ വളരെ ഹൃദ്യമായിട്ട് പോലെ ഉമ്മാനെ ഓർത്തിട്ടാണ് പാടുക. അപ്പൊ ഉമ്മ വാപ്പ എന്ന് പറയുന്നത് നമുക്ക് നമ്മളുടെ വീട്ടിൽ ജീവിക്കുമ്പോൾ നമുക്ക് ശ്വാസം അനിവാര്യമായതിനേക്കാൾ ഒരു വീട്ടിലെ ഒരാവശ്യക്കാരാണ് അവർ. നമുക്ക് സ്വർഗം വാങ്ങണം, അതിനെന്ത് ചെയ്യണം? നമ്മൾ കുറെ നല്ല കാര്യങ്ങൾ ചെയ്യാം. എല്ലാം നല്ല കാര്യമാണ്. ചീത്ത കാര്യങ്ങൾ ഒരുപാട് ചെയ്യാം, അതിനുള്ള എല്ലാ സ്വാതന്ത്ര്യം ഉള്ളത് തന്നിട്ടുണ്ട്. പക്ഷെ ചീത്ത കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. അപ്പൊ നമ്മൾ പറയും ചീത്തയാണോ നല്ലതാണോന്ന് മനസ്സിലാണില്ല. നമുക്കൊരു കറി നല്ലതാണോ ചീത്തയാന്ന് മനസ്സിലാകാൻ എന്തൊക്കെ മാനദണ്ഡങ്ങളുണ്ട്. കളറ് കണ്ടോ എന്ന് എഴുതിയിട്ട് നിങ്ങൾ കൊച്ചിക്കാർ പാരുവോ? ഇല്ല. കളറ് കണ്ടാലും അതിലെന്തോ മാലിന്യമുണ്ട്, എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് തോന്നും. എന്നിട്ടോ കളറും രുചിയും ഒക്കെ രസം, മണത്തോക്കൂലേ? ദുർഗന്ധം ഉണ്ടെങ്കിൽ കറി കേടുന്നു പോയതല്ലേ. അപ്പൊ ഇതുപോലെ നമ്മുടെ കണ്ണും നമ്മുടെ കാതും നമ്മുടെ മൂക്കും നമ്മളുടെ സ്പർശനവും നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങളും മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് നല്ല കാര്യങ്ങൾ ഏത് ചീത്ത കാര്യങ്ങൾ ഏത് ഖുർആനും ഹദീസും വെച്ചു നോക്കിയാൽ വേഗം മനസ്സിലാവും. അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, അത് മനസ്സിലാവും. അതിൽ നല്ലത് നമ്മൾ ചെയ്യുക, ചീത്ത നമ്മൾ ഒഴിവാക്കുക. എല്ലാരും ചെയ്യണില്ലേ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചീത്ത ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. അപ്പോ നമ്മളെ പഠിപ്പിച്ചു നിങ്ങളുടെ മാതാവും പിതാവും നിങ്ങളുടെ സ്വർഗവും നരകവുമാണ്. നമുക്ക് സ്വർഗം കിട്ടണോ? ഉമ്മനോടും ഉപ്പനോടൊക്കെ പോയി ഒന്ന് സംസാരിച്ചു നോക്കുക. എന്നിട്ട് ചോദിക്കുക, അമ്മ ഉപ്പ നിങ്ങൾ രണ്ടുപേരും ഇരിക്കി, എനിക്കൊരു കാര്യം അറിയാൻ വേണ്ടിയാ. എന്താണ് ഉപ്പ? എനിക്ക് സ്വർഗം കിട്ടുമോ മരിച്ചു ചെന്നാൽ? മോനെ കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഞങ്ങളിപ്പോ എന്താ എന്നോട് പറയാ അല്ലേ? ഇലക്ഷനൊക്കെ വോട്ട് വെച്ച് വരുന്ന സ്ഥാനാർത്ഥികൾ വയസ്സായവരോട് ചോദിക്കുക, അല്ല ഞങ്ങൾ ജയിക്കുവോ? ഒരു പറയും എന്താ ഇപ്പൊ ഞങ്ങള് പറയാ, ഏതായാലും ആയിരിക്കും. അങ്ങനെയൊക്കെ തന്നെ നമ്മളോടും പറയുള്ളൂ. പക്ഷേ ചില മക്കളോട് ചില ഉമ്മാര് പറയും, മോനെ എനക്ക് സ്വർഗം അള്ള തരൂ. ഉപ്പനോട് ചോദിച്ചാ ഉപ്പ പറയും നിനക്കടോ കിട്ടും. കാരണം അത്രയും വേണ്ടതുപോലെ ഇഷ്ടപ്പെടുത്തി വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുമ്പോഴാണ് നമ്മുടെ സ്വർഗവും നമ്മുടെ നരകവും എന്താണ് നമുക്ക് കിട്ടുക എന്ന് ഉറപ്പുവരുത്തുക. വേഗം പറഞ്ഞു പോവുകയാണ് ഞാൻ. തൃപ്തി നേടണം, ഒരിഷ്ടമുള്ള ജീവിതമാണ്. ഒരിഷ്ടമുള്ള അവനോട് ഞാൻ തെറ്റിലായിട്ട് 4 കൊല്ലായി. ഇവരേറ്റോ അവരേറ്റ് തെറ്റിലായിട്ട് സുബൈദ നമ്മൾ എത്ര കൊല്ലായാലും ബലമായിട്ട് തെറ്റിയിട്ട് 3 കൊല്ലം. മറ്റവരേറ്റ് തെറ്റിട്ടോ അതിപ്പോ എത്രയായിരുന്നു? ഇങ്ങനെ എല്ലാവരേറ്റും ഒരു ഉടക്കി അത് നമുക്ക് ഉണ്ടാകാൻ പാടില്ല.
അങ്ങനെ ജീവിച്ചിട്ടെന്താ? ഉടക്കിയോൽക്ക് സ്വർഗം തരാന്ന് ആരോ നിങ്ങളോട് പറഞ്ഞു? 4 അയൽവാസികളോടും കുടുംബത്തിലുള്ളവരോടും എല്ലാവരോടും നിങ്ങള് ദേഷ്യം പിടിച്ച് തമ്മ് തെറ്റി വന്നാൽ സ്വർഗം തരാന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല. മിണ്ടിയിട്ട് വന്നാൽ തൗഹീദ് ഉണ്ടെങ്കിൽ സ്വർഗം തരൽ അള്ളാന്റെ ബാധ്യതയാണ്. അപ്പൊ നമ്മൾ സ്വർഗത്തിന് വേണ്ടിയല്ലേ പണിപ്പെടുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യാ? അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റിളർ റബ്ബി ഫീ റിളൽ വാലിദൈൻ വസുഖ്തുല്ലാഹി ഫീ സുഖ്തിൽ വാലിദൈൻ. അല്ലാഹുവിന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്, അല്ലാഹുവിന്റെ കോപം മാതാപിതാക്കളുടെ കോപത്തിലാണ്. വാപ്പ ദേഷ്യപ്പെട്ടിട്ടുണ്ടോ? വാപ്പ ദീനിയായ കാര്യത്തിനൊക്കെ ദേഷ്യപ്പെടാറുണ്ട്. ആ ദേഷ്യത്തെ തുടർന്ന് നമ്മൾ എന്ത് ചെയ്യും? ആ ദീനിലേക്ക് തിരിച്ചു വരും. നമ്മൾ വീട്ടിൽ ചെന്നിട്ട് TV ഒക്കെ തുറന്നു വെച്ചിങ്ങനെ ഇരിക്കുമ്പോ വാപ്പ ജമാഅത്ത് കഴിഞ്ഞു വരുമ്പോ ഇപ്പൊ പറയൂ, പൊരിയൊക്കെ പൊളിച്ച് തീ കൊടുത്താൽ മതിയായിരുന്നു എന്നൊക്കെ. എന്തുകൊണ്ടറിയോ? ഒന്നുമില്ല, കടണ്ടായിട്ടൊന്നല്ല. ഇത് തുറന്നു വെച്ചിരുന്നിട്ട് ഇത് പറയാൻ മോനോട് പറഞ്ഞിട്ട് കാര്യമില്ല, മകളോട് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ നമ്മളുടെ വീട്ടിൽ ഉപ്പ പറഞ്ഞാൽ കേൾക്കാത്ത, ഉമ്മ പറഞ്ഞാൽ കേൾക്കാത്ത ഒരു വീടാണോ നമ്മളത്? അല്ല, അവര് പറഞ്ഞത് കേൾക്കണം. അവരുടെ തൃപ്തി നമ്മൾ നേടണം. എങ്ങനെയാണ് ആ തൃപ്തി നേടുന്നത്? നമ്മൾ എങ്ങോട്ട് പോവാണെങ്കിലും ഉപ്പ ഞാൻ ഇറങ്ങട്ടെ കേട്ടോ, മോനെ ഈ എങ്ങോട്ടാ? ഞാൻ ഇവിടെ എറണാകുളം. എന്തിനെന്ന് എറണാകുളം പോണേ? ഇന്ന് ഓഫീസിലല്ലോ, ഇന്ന് ഞായറാഴ്ചയല്ലേ, അത് ഞാൻ വേറൊരു വേറെ ഇവിടെ ഇരിക്കും. എങ്ങോട്ട്? വാപ്പ അങ്ങക്ക് 65 വയസ്സായി, 35 വയസ്സായി, എന്നോടാ നിങ്ങള് എങ്ങോട്ടാന്ന് ചോദിച്ചാൽ നിങ്ങൾ ആരാ? അയാള് പറയാ എന്റെ വാപ്പ. അത് തന്നെ, സെയിൽ ടാക്സ് ഓഫീസർ ഒന്നും വേണ്ട, അയാള് ഇൻകം ടാക്സ് ഓഫീസർ ഒന്നും വേണ്ട. ഏറ്റവും വലിയ ക്വാളിറ്റിയാണത്, നമ്മളെ ചോദ്യം ചെയ്യാൻ. എന്തിനും എങ്ങോട്ടാ, എപ്പോഴാ, എവിടെ പോയിരുന്നു, 11 മണിക്ക് എവിടെ പോയിരുന്നു, 12 എവിടെ, ഇന്നലെ എവിടെ പോയി, നീ എന്റെ ഭാര്യനെ നോക്കുന്നുണ്ടോ, അവളായിട്ട് നീ സംസാരിക്കണില്ലല്ലോ, 2 ദിവസമായിട്ട് തമ്മിൽ ബന്ധമൊന്നും കാണില്ലല്ലോ. ഇതൊക്കെ ചോദിക്കാൻ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥൻ തന്നെയാണ്. കേന്ദ്ര ഗവൺമെന്റ് ഏൽപ്പിച്ചതല്ല, കേരള ഗവൺമെന്റ് ഏൽപ്പിച്ചതല്ല, പടച്ച റബ്ബ് ഏൽപ്പിച്ച നമ്മുടെ വീടിന്റെ ഒരു ഉടമസ്ഥൻ, ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. അതുകൊണ്ട് അത് നമ്മൾ പാലിക്കുക, അല്ലേ? എന്നിട്ട് ഖുർആൻ പറഞ്ഞു, അവർക്ക് നിങ്ങൾ അംഗീകാരങ്ങൾ കൊടുക്കണം. അവർക്ക് നിങ്ങൾ താഴ്മയുടെ, കാരുണ്യത്തിന്റെ ചിറക് നിങ്ങൾ താഴ്ത്തി കൊടുക്കണം എന്നാണ്. അതാണ് ഒരു താഴ്മയാണത്, അവരോടുള്ള ഒരു ബഹുമാനമാണത്. ഉപ്പ വരുന്നു, നമ്മൾ എഴുന്നേറ്റ് നിൽക്കണം എന്നല്ല പറഞ്ഞത്. നമ്മളവിടെ ഉമ്മ ഉപ്പ വന്നു, അസ്സലാമു അലൈക്കും, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. അതൊരു ആദരവാണ്. ഇതെന്തോ എവിടുന്നോ കിളി പറന്നെന്ന പോലെയാ. പോരാ, ഉപ്പ വന്നിട്ടുണ്ട്. ഉമ്മ കയറി, ഉമ്മ വന്നു. വിരുന്നുകാര് വീട്ടിലേക്ക് വരുന്നതിനേക്കാൾ ആദരവിലാണ് ആ സ്വീകരണമൊക്കെ. ഒരു ബഹുമാനമാണത്. ആശുപത്രിയിൽ നമ്മൾ കാലൊടിഞ്ഞ് പ്ലാസ്റ്ററൊക്കെ ഇട്ട് കിടക്കുമ്പോ നഴ്സിനോട് ഇടയ്ക്ക് ചോദിക്കുമല്ലോ, അമ്മ വന്നോ, അല്ലേ? അമ്മ വന്നോ എന്ന് ചോദിക്കില്ലേ? അപ്പൊ നഴ്സ് ചോദിക്കും, ഉമ്മാനെ ഈ കാണില്ലേ? ഉമ്മാനെ കാണലൊക്കെ ഉണ്ട്, ഇത് പൊട്ടിയിട്ട് കണ്ടിട്ടില്ല, റോട്ടിൽ നിന്ന് ഇപ്പൊ എഴുന്നേറ്റ് വന്നല്ലേ ആശുപത്രിക്ക്, അതുകൊണ്ട് എനിക്കിപ്പോ ഒന്ന് കാണണം. ആ ഒരു കാഴ്ചയുടെ ആഗ്രഹമാണ് ഓരോ സമയത്തും ഉമ്മാനെയും ബാപ്പാനെയും കാണാനുള്ള കൊതി കൊണ്ട് ഗൾഫിൽ നിന്നൊക്കെ നിത്താക്കാത്ത് ചാൻസാക്കി പോകുന്ന ആൾക്കാർ. ഞാൻ ഒരാളെ ട്രെയിനിൽ നിന്ന് കണ്ടു. ഇപ്പൊ നിത്താക്കാത്തിൽ പോരേണ്ട ആളൊന്നുമല്ലോ, പക്ഷെ എല്ലാരോടും പറഞ്ഞ് നിത്താക്കാത്ത് പോന്നക്കുക. കാരണം ഒന്നുമില്ല, ഉമ്മക്കും ബാപ്പക്കും ഒക്കെ രോഗമൊക്കെ ബാധിച്ചിട്ടുണ്ട്, അവരെയൊക്കെ നോക്കണ്ടേ, എന്നാലല്ലേ എൻ്റെ മോൻ എന്നെ നോക്കുള്ളൂ, എൻ്റെ മോളെന്നെ നോക്കുള്ളൂ. നല്ലൊരു വിശാലമായ കാഴ്ചപ്പാട് തന്നെയാണ്. അപ്പൊ അവർക്ക് അംഗീകാരം കൊടുക്കണം, താഴ്മ കൊടുക്കണം, അല്ലേ? 10-20 കൊല്ലം മീന്റെ കീസ് കൊണ്ടുവന്നിട്ട് വാപ്പ LP സ്കൂളിലും മദ്രസയിലും പഠിക്കണ നമ്മളോട് തിന്നോ എന്നായിരുന്നോ പറഞ്ഞത്? അല്ല, നമ്മളെ കയ്യിൽ കൊണ്ടുവന്നിട്ട് മോനെ ഉമ്മന്റെ അടുത്ത് കൊടുക്കടാ, ഉമ്മ പൊരിച്ചിട്ട് നല്ല ഉഷാറാക്കി തരുന്നു, അല്ലേ? ആ വാപ്പ കട്ടിൽ കിടന്നിട്ട് നമ്മൾ ഷിപ്പ് യാർഡിലൊരു ജോലിയൊക്കെ കിട്ടി, അല്ലെങ്കിൽ മത്സ്യബന്ധനത്തിൽ എവിടെയെങ്കിലും ജോലിയൊക്കെ കിട്ടിയിട്ട് ഒരു കീസേറ്റ് വന്ന വാപ്പനോട് ഞാനാ തിന്നാൻ കൊണ്ടുവരുന്ന മര്യാദക്കടം ഉണ്ടാ നോക്കൂ നിങ്ങൾ. ആ വാപ്പ തിന്നാൻ കൊണ്ടുവന്ന കാലത്ത് ഒരു വാക്കുപോലും നമ്മളോട് പരുഷമായി സംസാരിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ അല്പം ഒരു 10-20 രൂപക്ക് വീട്ടിലേക്ക് വരുമാനമാക്കി കൊടുക്കുമ്പോഴേക്ക് പിന്നെ അവിടെ ആരും ഒന്നും മിണ്ടാൻ പാടില്ല. നിങ്ങളവിടെ ഇരുന്നാൽ മതി, ഉമ്മാനോട് കൊണ്ടരനെ തിന്നാ മതി, കൊണ്ടരനെ തിന്നിട്ട് മിണ്ടാണ്ട് അവിടെ ഇരുന്നാ മതി. ഈ ഡയലോഗൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ മലക്കുകൾ 10 ഇരട്ടി ശക്തിയിൽ കുറിച്ചു വെക്കുന്ന ഡയലോഗുകളാണ് ഒക്കെ.
അതൊക്കെ വലിയ പാറ കഷ്ണങ്ങളായിട്ട് വരും. ഉപ്പ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, ഉമ്മപ്പ വെച്ചു തരൂ കേട്ടോ, ഞാൻ പോയി വരട്ടെ ഉപ്പ. അപ്പൊ മോനിത് കൂട്ടാൻ കഴിയുന്നില്ലേ, നിൽക്കുന്നില്ലേ? ഉപ്പ ഞാൻ അടുത്തൊരു ജോലി ഉണ്ട്, ഇപ്പൊ വരും, വൈകുന്നേരം വരണം കേട്ടോ മോനെ. ഇതൊക്കെ ഓരോ ദിവസവും ആ വീട്ടിൽ ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാല് ആ വീട്ടിന് എത്ര മേൽക്കൂരല്ലെങ്കിലും വേണ്ടില്ല, അവിടെ റൂം വലിപ്പല്ലേലും വേണ്ടില്ല, ആ വീടാണ് പള്ളുരുത്തിയിലെ വലിയ വീട്. അള്ളാന്റെ റഹ്മത്തിന്റെ മലക്കുകളുടെ എപ്പോഴും അവിടെ ഉണ്ടാവും. മാനി ബാപ്പാനി നിന്ദിച്ച വീട്ടിൽ അനുഗ്രഹത്തിന്റെ മലക്ക് പടി കയറി വരിക പോലുമില്ല, അവരുടെ സാന്നിധ്യം അവിടെ ഉണ്ടായില്ല. മാത്രമല്ല നല്ല വാക്ക് പറയുക, വഖുല്ലഹുമ ഖൗലൻ കരീമ, നല്ല വാക്ക് പറയണം അവരോട്. ആ വാക്ക് നല്ല വാക്കുകൾ, ബഹുമാന ആദരവോടുകൂടെ നല്ല സംസാരങ്ങൾ. നമ്മുടെ മക്കളോടും നല്ല വാക്ക് പറയാൻ വേണ്ടി പഠിപ്പിക്കുക. നമ്മളെ ചെറിയ കുട്ടി, 5 വയസ്സായ കുട്ടി വാപ്പനോട് പറയാണ് എടാ പോടാ എന്ന് പറയുമ്പോൾ നമ്മൾ പറയാ ഓ ഷാറ് നല്ല മോനാട്ടോ, വക്കീലാക്കാൻ പറ്റുന്നൊക്കെ. പക്ഷേ ബുദ്ധിമുട്ടും നമ്മൾ. അങ്ങനെയൊന്നും പറയിപ്പിക്കരുത്. അതൊക്കെ മക്കളുടെ ജീവിതത്തെ തന്നെ നശിപ്പിച്ച് കളയുന്ന. അപ്പൊ നമ്മുടെ വാപ്പയെ നമ്മൾ ആദരിക്കുന്നത് കാണുമ്പോൾ, നമ്മുടെ ഉമ്മയെ നമ്മൾ ആദരിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ മക്കൾക്ക് അവരെ ആദരിക്കണം എന്ന് തോന്നണം. വാക്കുകൊണ്ട് കയർത്തുപോയാൽ ലഅനല്ലാഹു മൻ സബ്ബ വാലിദൈഹി, ആരെങ്കിലും മാതാപിതാക്കളെ ചീത്ത പറഞ്ഞാൽ അള്ളാഹുവിന്റെ ശാപം അവനുണ്ടായിരിക്കുന്നതാണ്. നമ്മൾ അവരമ്മാനെയും പറയാൻ പാടില്ല, അവര് നമ്മളമ്മാനെയും പറയാൻ പാടില്ല. അവരെ വാപ്പനെ നമ്മൾ പറയാൻ പാടില്ല, അവര് നമ്മളെ ഉപ്പനെയും പറയാൻ പാടില്ല. അല്ലേ? നമ്മളെന്താ പറയാറിയോ, ഞാൻ എന്റെ വാപ്പാനെ പറഞ്ഞിട്ടില്ലല്ലോ, ഞാൻ ഇവളെ ഉപ്പനെയല്ലേ പറഞ്ഞു. അത് രണ്ടും നമുക്ക് ഉപ്പയാണ്, രണ്ടും നമുക്ക് ഉമ്മയാണ്. അതുകൊണ്ട് ഒരിക്കലും ആക്ഷേപ സ്വരം ഉണ്ടാവാറില്ല. സ്ത്രീധനൊക്കെ കഴിഞ്ഞാലേ നമ്മളെ സ്വഭാവം കുറച്ച് മാറില്ല. അതുവരെ നമ്മൾ അമ്മോശനെ കുറിച്ചൊക്കെ നല്ല കാര്യമൊക്കെ പറയും. പിന്നെ വാങ്ങിക്കൊണ്ടുവന്ന പൈസയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ വായനോട് പറയും എൻ്റെ വാപ്പ തന്നൊക്കെ കഴിഞ്ഞു, എൻ്റെ വാപ്പ തന്നൊക്കെ കഴിഞ്ഞു. ഇടക്കിടക്ക് നമ്മളിങ്ങനെ പറയും. അപ്പോൾ അവർ അവിടെ പോയി പറയും, നമ്മളെ ചിലപ്പോൾ ഫോണിലൊക്കെ റെക്കോർഡ് ചെയ്തിട്ടേക്കാർ അവിടെ കൊണ്ടുപോയി കേൾപ്പിച്ചു കൊടുക്കുക. അപ്പോൾ അയാൾ എവിടുന്നെങ്കിലുമൊക്കെ കടം വാങ്ങിയിട്ടൊരു 10,000 റുപ്യയും കൂടിയൊക്കെ തരും. ആക്ഷേപിക്കരുത്, നാവ് കൊണ്ട് കുത്തിപ്പറയാൻ പാടില്ല. അവരുടെ ഒരു നന്മ നമുക്കുണ്ടാകണം. ഇന്നല്ലാഹ ഹറമ അലൈക്കും ഉഖൂഖൽ ഉമ്മഹാത്ത്, മുസ്ലിം സമൂഹമേ നമ്മളോട് പഠിപ്പിക്കുകയാണ്, നമ്മളുടെ മാതാപിതാക്കളെ നിന്ദിക്കുക എന്നത് നമുക്ക് ഹറാമാക്കിയിരിക്കുന്നു. കള്ള്, കഞ്ചാവ്, പന്നിയിറച്ചി ഒന്നും നമുക്ക് തിന്നാൻ പാടില്ല, ഹറാമാണ്, ഹറാമാണ്. ഉമ്മാനെയും ബാപ്പനെയും നിന്ദിക്കലും അങ്ങനത്തെ വാക്ക് പറയലും അത് ഹറാമാണ്. അത്രത്തോളം നമ്മളത് ശ്രദ്ധിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറാ, റബ്ബേ ചെറുപ്പത്തിൽ ഞങ്ങളോട് കാരുണ്യം കാണിച്ചതുപോലെ റബ്ബേ ഞങ്ങളുടെ മാതാപിതാക്കളോട് നീ കാരുണ്യം കാണിക്കണേ. എത്രയാണ് അള്ളാഹ്ക്ക് വലിയൊരു ഉത്തരവാദിത്തമാണത്. നമ്മളാ പറഞ്ഞ വാക്കുണ്ടല്ലോ, അള്ളാഹ്ക്ക് നമ്മളെ വാപ്പാനോടും ഉമ്മാനോടും ഒരുപാട് റബ്ബ് കാണിക്കും. എന്താ കാരണം അറിയോ? നമ്മളോട് ചെറുപ്പത്തിൽ കാണിച്ച ഒരു കാരുണ്യമാണത്. നമ്മളെ കാണാൻ, നമ്മുടെ മുഖം കാണാൻ, നമ്മുടെ പുരികം കാണാൻ, നമ്മുടെ മുഖത്തൊക്കെ ഒരുപാട് കവളത്തൊരുപാട് ചുംബനങ്ങൾ തന്നിട്ടുണ്ട്. പരലോകത്ത് ചെന്നിട്ട് പടച്ചോൻ ചോദിക്കുക ഈ എത്രണ്ണം തിരിച്ചു കൊടുത്തിക്കണെന്ന്. നമ്മൾ പറയും പടച്ചോനെ ഒരു 5 വയസ്സുവരെയൊക്കെ ഒരു 3-4 കൊടുത്തിരുന്നു, പിന്നെ എനിക്ക് 35 വാപ്പാക്ക് 60 പിന്നെ ഞാൻ എവിടെ കൊടുക്കുക? അപ്പൊ അള്ളാഹ് പറയും ആ ചുളിഞ്ഞ മുഖത്ത് കൊടുത്തുവിടായിരുന്നു എനിക്ക്. ആ ചൊക്കിച്ചുളഞ്ഞ മുഖത്ത് ആശുപത്രി കിടക്കുമ്പോ നിനക്ക് കൊടുത്ത് തീർത്തുവിടായിരുന്നോ? അപ്പോ ഇസ്ലാമികമായ ദൗത്യത്തിൽ ഒരാളും ഒരാൾക്കും ഒരു ഭാരമാകരുത്. നമ്മുടെ മക്കൾ നമുക്ക് ഭാരമാകാതിരിക്കുക. ഭാവിയിൽ നമ്മളുടെ മക്കൾക്ക് നമ്മുടെ ബാപ്പയും ഉമ്മയാകുന്ന നമ്മളും ഒരു ഭാരമാവുകയില്ല. നമ്മുടെ വീട്ടിലും നമ്മൾ ഒരിക്കലും അങ്ങനെ സംസാരിക്കരുത്. 3-4 മക്കളൊക്കെ ആകുമ്പോ നമ്മള് കുട്ടികളൊക്കെ ഉറങ്ങിയാലോ എന്ന് കരുതിയിട്ടേലും നമ്മൾ പറഞ്ഞു പോവും, എന്താകുമോ ഏതായാലും വരുന്നോട് തെച്ച് കാണാ എന്നൊക്കെ. അപ്പൊ അവരിതൊക്കെ മെല്ലെ കേൾക്കും. അങ്ങനൊന്നും പറയണ്ട, തൊള്ള കീറിയും തിന്നാൻ കൊടുക്കും.
നമ്മൾ ആരും ആശങ്കിക്കണ്ട. നമുക്ക് ഒഴിവുണ്ടെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ അതിനുള്ള മാർഗം പടച്ചോ എന്തെങ്കിലും കണ്ടെത്തിക്കോ. അതിനൊന്നും നമ്മൾ ആശങ്കിക്കരുത്. അപ്പൊ നമ്മളുടെ മക്കള് നമുക്ക് ഭാരമാകാതിരിക്കുക. അപ്പോ നമ്മൾ നമ്മുടെ മക്കൾക്ക് ഒരു ഭാരമാവുകയില്ല. നമ്മൾക്ക് അവരൊരു ഭാരമായിട്ട് 3 വയസ്സാവുമ്പോ തന്നെ ബാഗൊക്കെ തലയിൽ വെച്ച്, ഒരു ബാഗ് തലയിലും വെച്ച്, ഒന്ന് തോളിലും തൂക്കി, രാവിലെ ഒരു മഞ്ഞ ബസ് വന്ന് നിർത്തി അത് കയറ്റി വിട്ട, ഓ അൽഹംദുലില്ലാഹ്, ഓ ഇനിയിപ്പോ വൈകുന്നേരം 6 മണിയാളോ ഒരു ശല്യമില്ലല്ലോ. ഇങ്ങനെ പറഞ്ഞാല് ഞമ്മക്കൊരു 60 വയസ്സാവുമ്പോ വേറൊരു മഞ്ഞ ബസ് വരും. മുമ്പിൽ ഉണ്ടാകുക വൃദ്ധസദനം എന്നായിരിക്കും. നമ്മളെ മെല്ലെ ഇക്കടെ കയറ്റിയാൽ കുട്ടികൾ പറയും ഒരു 6 മാസത്തിന് ഇങ്ങോട്ട് വരൂലല്ലോ. അതാണ് ഉണ്ടാവുക. അതുകൊണ്ട് രണ്ടും നമുക്ക് വരാതിരിക്കട്ടെ. മാത്രമല്ല, രണ്ടു കൂട്ടർക്കുമുള്ള ഒരു ഐശ്വര്യം അത് അള്ളാഹുവിനോട് ചോദിക്കണം. ഖുർആൻ പറഞ്ഞു 40 വയസ്സാകുമ്പോ വാപ്പാനോടും ഉമ്മാനോടും നന്ദി കാണിക്കാൻ ഉള്ളൊരു മനസ്സ് തരാൻ വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കും എന്നാണ്. റബ്ബി ഔസിഇനി അൻ നശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ. നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്കും അതുപോലെ എനിക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്കും നന്ദി കാണിക്കുവാൻ, നിന്നോടും എൻ്റെ മാതാപിതാക്കളോടും നന്ദി കാണിക്കാനുള്ള ഒരു മനസ്സിന്റെ ചായ്വ് റബ്ബേ നിന്നോട് ചോദിക്കുന്നു. 40 വയസ്സാവുമ്പോ നുബൂവത്തൊന്നും കിട്ടുകയല്ലാതെ ഈ ദുനിയാവ് കൂടി നടക്കുമ്പോ എനിക്കിപ്പോ 40 വയസ്സായി, എൻ്റെ മകൾക്ക്, വലിയ മകൾക്ക് 15 വയസ്സായി. അപ്പൊ അവളെ ഞാൻ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അവൾ എന്നോട് പ്രതികരിക്കുന്ന ആ പ്രതികരണം ഇപ്പോൾ നല്ല രൂപത്തിലാണ്. അത് എന്തോ അള്ളാഹുവിന്റെ തൗഫീഖായിരിക്കാം. പക്ഷെ അവര് വേറെ ഏതെങ്കിലും രൂപത്തിൽ പ്രതികരിക്കുമ്പോ ഞാൻ ഓർക്കും, പടച്ചോനെ എൻ്റെ കുട്ടി ചെയ്തപ്പോ എൻ്റെ മനസ്സിനുണ്ടാകണ ഈ വിഷമം പോലെ എൻ്റെ വാപ്പക്കും ഞാൻ പെരുമാറിയപ്പോ ഉണ്ടായി കാണുമല്ലോ. ഉടനെ ഞാൻ പ്രാർത്ഥിക്കും, പടച്ചോനെ എൻ്റെ ആ ഉപ്പനോട് നല്ല മനസ്സ് എനിക്കുണ്ടാകാൻ റബ്ബേ നീ എൻ്റെ മനസ്സിനെ ചായ്ക്കണേ. അപ്പൊ നമുക്കാർക്കും മുവഹിദുകളായ നമ്മൾ ഈ ചുറ്റുപാടിൽ താമസിക്കുന്ന ഒരുപാട് വീടുകൾ, മുസ്ലിങ്ങളുണ്ട്, അമുസ്ലിങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്. നമ്മൾ വയസ്സ് കാത്തിരിക്കേണ്ട, നമ്മൾ ഗുണം ചെയ്യുക, അവർക്ക് വേണ്ടി ചെലവഴിക്കുക, അവരെ ശപിക്കാതിരിക്കുക, അള്ളാഹുവിനോട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അസ്വലാത്തു അലാ വഖ്തിഹ, നേരത്ത് നമസ്കരിക്കുക, ബിറുൽ വാലിദൈൻ, മാതാപിതാക്കളോട് നന്മ ചെയ്യുക, അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുക. അപ്പൊ നിസ്കാരത്തിന്റെ സമയത്ത് ആ വക്തിന് നിസ്കരിക്കുന്ന ഒരു ചിട്ട ഉള്ള ഒരാൾ, അവൻ ധർമ്മസമരത്തിന് സന്നദ്ധനാകുന്നവൻ, തന്റെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നത് അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ സന്ദർഭം നോക്കൂ നിങ്ങൾ. യാ അബത് ഇഫ്അൽ മാ തുഅ്മർ, ബാപ്പ നിങ്ങളോട് അള്ള എന്താണോ കൽപ്പിച്ചത് അതിപ്പോ എന്റെ പൊന്നുപ്പ ചെയ്തോളൂ എന്നാ. അങ്ങനത്തെ മക്കളെ നമ്മൾ വളർത്തിയെടുത്ത് കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ മക്കള് എന്ന് പറയുന്ന നമ്മുടെ ഉപ്പ നമ്മളോട് പറയുന്ന എല്ലാ നല്ല കാര്യങ്ങളും ഉപ്പ നമ്മളോട് ചോദിക്കുകയാണ്, മക്കളെ നമ്മളിപ്പോ പള്ളിയുടെ പുനർനിർമ്മാണം നടക്കുകയാണ്, നമുക്കൊരു 1000 രൂപ അങ്ങ് കൊടുത്താലോ. അപ്പോ കുട്ടികളായ നമ്മൾ വാപ്പയോട് പറയണം, വാപ്പ നിങ്ങളത് സ്വതക്കൊക്കെ കൊടുക്കാനുള്ള കൊടുത്തോളൂ, നിങ്ങൾ ഞങ്ങളെ വിചാരിച്ചതൊന്നും കൊടുക്കാതെ കണ്ട, ഞങ്ങൾക്കല്ല വേറെ തരുന്നില്ലേ, നമ്മളെ വിചാരിച്ചാണ് അതൊന്നും കൊടുക്കാതെ അജ്ജനും കൂടിയും പോകാതെ കണ്ട. എന്തുകൊണ്ടറിയോ? മക്കള് 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 എന്ന് വിചാരിച്ചിട്ടാ. അവസാനം അജ്ജനും കൂടിയും പോകാതെ എടുത്തച്ച പൈസ വാപ്പ മരിച്ചു എന്ന് കേട്ടാ പിന്നെ ഹൈക്കോടതിയിലാണ് അതിന്റെ കേസ് കിടക്കുക. ആരജ്ജും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ പണം എടുത്തു വെക്കുമ്പോ വാപ്പയോട് പറയും, ഉപ്പ നിങ്ങൾ അതിന് വിഷമിക്കണ്ട, നിങ്ങളെ സ്വതക്കയും ഉമ്മ നിങ്ങളുടെ ധർമ്മമൊക്കെ ചെയ്തോളൂ. അപ്പൊ ധർമ്മമൊക്കെ ചെയ്യാൻ വേണ്ടി മകള് പറഞ്ഞും ചെയ്തു. അപ്പണ്ട് ഉമ്മ കയ്യുമെന്ന് ഇങ്ങനെ വളയൊക്കെ ഇങ്ങനെ ഊരുന്നു പള്ളിക്ക് കൊടുക്കാന്. അതല്ല പിന്നെ ഏതാ, 5 റുപ്യ 2 റുപ്യ 10 റുപ്യ ഇത് കൊടുക്കണ്ട, അതൊക്കെ നിങ്ങൾ മരിച്ചാൽ ഞങ്ങൾക്ക് വെട്ടിയെടുക്കാനുള്ളതാണ്. അല്ല, അതൊക്കെ ഒരു കൊടുത്തോട്ടെ, അവരുടെ വഴിയെ ഞമ്മക്കും പടച്ചോൻ അനുഗ്രഹിച്ചു തരും. 3-ൽ 1 അല്ലേ സ്വതക്ക ചെയ്യാൻ, അതിന് ഇസ്ലാം അനുവാദം കൊടുക്കുന്നു. മക്കൾക്ക് വേണ്ടി എടുത്തു വെക്കണമെന്നേ ഉള്ളൂ. എല്ലാ മക്കൾക്ക് വേണ്ടി എടുത്തിച്ചിട്ട് വാപ്പാനെ ആശുപത്രിക്കും കൊണ്ടുപോകാതെ മരുന്നിനൊന്നും കൊടുക്കാതെ മരുന്ന് കൊടുത്താൽ അനന്തര സ്വത്ത് കുറഞ്ഞു എന്ന് വിചാരിച്ച് ഒരു മുസ്ലിം വീടും ഇരിക്കാറില്ലല്ലോ. കാരണം എന്താ? അള്ളാന്റെ അടുത്താണ് എല്ലാം, നമുക്ക് തരുന്നവൻ അള്ളയാണ്. അതുകൊണ്ട് ആ വിശാലതയെ നമ്മൾ കാണുക.
മാത്രമല്ല അവരെ അനുസരിക്കുന്നത് ഒരിക്കലും നഷ്ടമല്ല. ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ, നിന്റെ ഉപ്പ പറയുന്നത് മുഴുവൻ നീ അനുസരിച്ചോളൂ. ഇന്നൽ മുത്തിയ, തീർച്ചയായും അനുസരിക്കുന്നവൻ, അബാഹു തന്റെ ഉപ്പയെ അനുസരിക്കുന്നവൻ, ലാ യതലഅ, ഒരിക്കലും അവൻ ഒന്നും ഇവിടെ നഷ്ടപ്പെടാനില്ല. ബാപ്പയെ ഉമ്മയും പറയുന്നതൊക്കെ കേട്ടാൽ ഒന്നും നിങ്ങൾക്കിവിടെ, എൻ്റെ പൊന്നുമക്കളെ, വാപ്പയും ഉമ്മയും പറയണതെല്ലാം കേട്ട് നിങ്ങൾ വളർന്ന് പഠിച്ച് അല്ലേ, വാപ്പയും ഉമ്മയും പറയണത് നിങ്ങളോട് എന്താ പറയാ, വായിച്ചോ പഠിച്ചോ, വായിച്ചോ പഠിച്ചോ, വായിച്ചോ പഠിച്ചോ അല്ലേ, വായിച്ചോ പഠിച്ചോ, വായിച്ചോ പഠിച്ചോ, വായിച്ചോ പഠിച്ചോ. അപ്പൊ നിങ്ങൾ പറയാം അവസാനത്തെ നല്ല രസമുണ്ട്, ആദ്യം പറഞ്ഞ രസമല്ല. അത് നിങ്ങൾ ഇങ്ങനെ അങ്ങ് കണ്ടാൽ മതി. ഉപ്പ പറയുമ്പോ നിസ്കരിച്ചോ മോനെ, നിസ്കരിച്ചോ മോനെ, നിസ്കരിച്ചോ മോനെ, ഇല്ലെങ്കിൽ നരകം. അത് നല്ല രസമുണ്ട്. അത് തന്നെ വാപ്പ മറ്റേ കോലത്തിലും പറഞ്ഞു, നമുക്ക് മനസ്സിലാക്കായിട്ടാ. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യുക, ദീനിയായിട്ട് അങ്ങോട്ട് സ്വീകരിക്കുക. അപ്പോഴാണ് നമുക്കതിന്റെ ഉപകാരം കിട്ടുക. മാത്രമല്ല വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു ഉപ്പ, നല്ല മക്കൾ അല്ലേ എന്ന് പറയുന്ന ഒരു ബന്ധം എവിടെയാണ്? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒരാൾ വന്ന് പറയാ, ഉമറേ മക്കള് നോക്കണില്ല. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു എന്താ പറയണറിയോ, നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ മക്കൾ നിങ്ങളെ നോക്കണം എന്ന് നിങ്ങൾക്കുണ്ടോ, നിങ്ങളെ വാപ്പാനി ഉമ്മാനി നിങ്ങൾ നോക്കിക്കോളൂ. ബിറു ആബാക്കും തബറുക്കും അബ്നാഉക്കും. നിങ്ങൾ നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ വാപ്പാനി ഉമ്മാനി നല്ലോ നോക്കുക, നിങ്ങളുടെ മക്കൾ നിങ്ങളെ നോക്കിക്കൊള്ളും എന്നാണ്. നമ്മളെ നോക്കാൻ എന്താ ചെയ്തിട്ടുള്ളത്? തറവാട്ടും കൂടി പോകാതെ നമ്മളെ മക്കളെ എങ്ങനെ മഞ്ചൊക്കെ വാങ്ങിക്കൊടുക്കും, ഒരു മഞ്ച് വാങ്ങിക്കൊടുക്കും. എന്നിട്ട് ചോദിക്കും, മോനെ വയസ്സായാലും വലുതായാലും ഞങ്ങളെയൊക്കെ നോക്കുവോ? ആ കുട്ടി പറയും, ഒരു മഞ്ചൂടി വാങ്ങി തരാണെങ്കിൽ നോക്കും, അല്ലെങ്കിൽ ഒന്നും നോക്കുകയില്ല. ഒരു ഐസ്ക്രീം വാങ്ങിക്കൊടുത്തിട്ട് ചോദിച്ചു നോക്കൂ, മോനെ ഈ നോക്കോടാ, പ്രായം ചെന്ന് കിടക്കുമ്പോ ഞങ്ങളൊക്കെ ഒന്നുകൂടിയൊക്കെ വാങ്ങി തരാണെങ്കിൽ, അത് 10ൻ്റെതാണെങ്കിൽ, 5ൻ്റെ അല്ലേ ഇത് വാങ്ങി തന്നെ, ഒരു 10ൻ്റെതാണെങ്കിൽ നിങ്ങളെ നോക്കും. അങ്ങനെയുള്ള കുട്ടികൾ എന്താ ചെയ്യാറിയോ, നമുക്കൊരു 60 വയസ്സോ ഒരു 30 ആവുമ്പോ നോക്കുവോന്ന് ചോദിച്ചാൽ അവർ പറയും 5 സെന്റ് എഴുതി തരികയാണെങ്കിൽ നോക്കും. 5 സെന്റ് സ്ഥലേ, കൊച്ചിയിലൊക്കെ 5 സെന്റ് സ്ഥലം ആർക്ക് കഴിയും? അപ്പൊ ഉമർ ഖത്താബ് പറയാ, അത് വിചാരിച്ചിട്ട് നിങ്ങൾ ഓർക്ക് കൊടുത്തിട്ട് കാര്യമില്ല. നിങ്ങളെ അമ്മാനെയും വാപ്പാനെയും ശരിക്ക് നോക്കുക. അപ്പോ പടച്ചോനൊരു ഉത്തരവാദിത്തമുണ്ട്, നമ്മൾ വയസ്സായി കിടക്കുമ്പോ നമ്മളെ പരിപാലിക്കാൻ. അതിന് നമ്മളെ മക്കളെ അള്ളാഹു എന്ത് ചെയ്യും, പ്രാപ്തമാക്കും. അത് നമ്മൾക്കുള്ള ഒരു ബാധ്യതയാണ്. ഈ ദുനിയാവിൽ അള്ളാഹുവിന്റെ ശിക്ഷക്ക് ധൃതി കൂടുന്ന ഒരു കാരണത്തിൽ ഒന്ന്, അള്ളാഹു പല കാര്യത്തിലും നമ്മളെ ശിക്ഷിക്കാൻ അള്ളാഹു കാലതാമസമെടുക്കാറുണ്ട്. എന്നാൽ താമസമെടുക്കാത്ത ഒന്ന് ഇല്ല, ഉഖ്ഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ നിന്ദിക്കുന്നതിന്റെ ശിക്ഷ, അത് അള്ളാഹു കാലതാമസം ഉണ്ടാക്കുകയില്ല എന്നാണ്. കാരണം ഫഇന്നല്ലാഹ യുഅജ്ജിലുഹു ലിസ്വാഹിബിഹി ഫിൽ ഹയാത്തി ഖബ്ലൽ മമാത്തി. അവനെ ഈ ലോകത്ത് നിന്ന് ശിക്ഷിക്കാൻ അള്ളാഹു ഈ ലോകം തന്നെ തെരഞ്ഞെടുക്കും അവന്റെ മരണത്തിന്റെ മുമ്പ്. വാപ്പനെ ഉമ്മനെ നിന്ദിച്ചോനുള്ള ശിക്ഷ പരലോകത്തേക്കൊന്നും അള്ളാഹ് കാത്തുവെക്കൂല, അതൊക്കെ ഇവിടുന്ന് തന്നെ അള്ളാഹു നമുക്ക് വിധിക്കും. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ തുസാഹിബ് മൻ ആഖലി വാലിദൈ, മാതാപിതാക്കളുമായി തെറ്റിയവനോട് നീ കൂട്ടുകൂടരുത്, അള്ളാന്റെ ശാപം നിനക്ക് വരുന്ന. നമ്മള് കൂട്ടുകൂടുന്ന കൂട്ടുകാരനോട് ചോദിക്കാം, മോനെ എന്റെ പേരെന്താ? എന്റെ പേരിങ്ങനെ അഹമ്മദ് കബീർ എന്നോ അബ്ദുൽ കബീർ എന്നൊക്കെ പറയില്ലേ, അബ്ദുറഹ്മാൻ എന്നൊക്കെ. അപ്പോ നമ്മള് ഓ നല്ല ഉഷാറാണല്ലോ, നല്ല വലിയ ഫോണൊക്കെ ഉണ്ട്, നല്ല കാണാം, എന്നാ കൂട്ടുകൂടാ. അതിന്റെ മുമ്പ് ചോദിക്കാം, മോനെ ഈ വാപ്പാനോടും ഉമ്മാനോടും ഒക്കെ തെറ്റിക്കോ? ഇല്ല, വാപ്പാനോടും ഉമ്മാനോട് തെറ്റിയിട്ടൊന്നുമില്ല, പക്ഷെ മിണ്ടില്ല. എന്നാലും അസ്സലാമു അലൈക്കും. എന്താ, വാപ്പനോടും ഉമ്മനോടും മിണ്ടാതെ തെറ്റി നിൽക്കുന്നവനോട് കൂട്ടുകൂടാൻ ഇസ്ലാമിൽ പാടില്ല. എന്താ കാരണം അറിയോ? ഞമ്മക്കുള്ള വർക്കത്തും കൂടി കുറഞ്ഞു പോവും. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇന്നോടും നിങ്ങളോടൊന്നും ആരും മിണ്ടാത്തത് അല്ലെ? എല്ലാരും കണ്ടാ തിരിഞ്ഞു പോവുക. എന്താ, ഞാൻ എല്ലാരോടും വളരെ വളരെ ഉഷാറായിട്ട് വർത്താനൊക്കെ പറയുന്നുണ്ട്, പക്ഷെ എന്താ എന്നോടാരും മിണ്ടാത്ത? ഈ എല്ലാരോടൊക്കെ വർത്താനം പറയുന്നുണ്ട്, ബാപ്പാനോടും ഉമ്മാനോടും മിണ്ടില്ല എന്നുള്ളത് നാട്ടുകാർക്കൊക്കെ അറിയാം.
അപ്പൊ അതുകൊണ്ടായിരിക്കാം എന്നോടും നിങ്ങളോടൊന്നും ആരും സംസാരിക്കാത്തത്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളെ കൊണ്ട് വേറെ ഒരാൾക്ക് ചെയ്യാൻ പാടില്ല, തിന്മ ഉണ്ടാകാൻ പാടില്ല. പാപത്തിന്റെ ഗൗരവമറിയാൻ കുട്ടികൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വാചകം കേൾക്കുക. ഞാൻ ഉത്ബുദ്ധമായ സദസ്സായതുകൊണ്ട് വേഗം പറഞ്ഞു, എന്റെ സമയം തീരാറായി. ലാ യൻബഗി ലിൽ വലദി അൻ യദ്ഫഅ യദ വാലിദിഹി ഇദാ ലറബഹു. ഒരു മകനെ വാപ്പ അടിക്കുമ്പോൾ വാപ്പയുടെ കൈ തടയാതിരിക്കുക എന്നത് ഒരു മകന്റെ ബാധ്യതയാണ്. വമൻ ശദ്ദൻ നളറ ഇലാ വാലിദൈഹി, ആരെങ്കിലും മാതാപിതാക്കളെ നോക്കുന്നത് അല്പം ശീഘ്രമായി നോക്കിയാൽ ലം യബിർഹുമാ, അവരോട് അവൻ പുണ്യം ചെയ്തില്ല. എന്താ പറഞ്ഞേ കുട്ടികൾ കേട്ടോ? വാപ്പ നിങ്ങളെ അടിക്കാൻ വന്നാലേ ഓടാൻ പാടില്ല. വാപ്പ എമ്മയെ അടിക്കാൻ വന്നാല് എന്ത് ചെയ്യാൻ പാടില്ല? ഓടാൻ പാടില്ല, അവിടെ നിന്നു കൊടുക്കുക. അപ്പൊ അവരെന്ത് ചെയ്യും? ചെറിയൊരു അടി തരും അല്ലേ? അഥവാ ഓടിയിട്ട് പിന്നെ നമ്മളെ പിടി കിട്ടിയ എന്തുകൊണ്ടാ അവർ തല്ലുക? പട്ടിയ കഷ്ണം കൊണ്ടായിരിക്കും. അപ്പൊ അതിലേറെ നല്ല അടിക്കുമ്പോ അവിടെ നിന്നു കൊടുക്കുക. അടിക്കുന്ന ഉപ്പയുടെ കൈ തടയാൻ മക്കൾക്ക് പാടില്ല. അത്രത്തോളം ഇസ്ലാം അത് പറയുന്നു. എന്നിട്ട് പറയാ, ഏതെങ്കിലും ഒരാൾ തന്റെ വാപ്പയോട് കണ്ണുകൊണ്ട് ഒന്ന് കനപ്പെട്ട് നോക്കിയാൽ അവൻ മാതാപിതാക്കളോട് നന്മ ചെയ്യാത്തവന്റെ കൂട്ടത്തിലാണ് പെടുക എന്നാണ്. ഗുഹയിൽ അകപ്പെട്ടവൻ, രക്ഷപ്പെടാൻ വേണ്ടി അകപ്പെട്ടവർ എടുത്തു പറഞ്ഞത് മാതാപിതാക്കൾക്ക് നന്മ ചെയ്തതാണ്. ഒരു വിശ്വാസിയുടെ ഉപ്പ ഏതെങ്കിലും തരത്തിൽ പ്രയാസപ്പെടുന്നത്, അടിമയായി നിൽക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ആ അടിമയായ ഉപ്പയെ മോചിപ്പിക്കുന്നിടത്തോളം കാലം ആ മകന് ബർക്കത്തുണ്ടാവുകയില്ല എന്നാണ്. ഇത് ഏത് കാലമാണ് പറയുന്നറിയോ? അടിമ സമ്പ്രദായം പോലും നിലനിന്നിരുന്ന കാലത്താണ്. ഇന്ന് അടിമത്വം ഒന്നുമില്ല. നമ്മളെ വാപ്പ ബുദ്ധിമുട്ടുന്നത് കണ്ടാൽ അത് മോചിപ്പിക്കണം, അല്ലേ? അതുകൊണ്ട് എന്ത് ചെയ്യണം? മക്കളോടും ചോദിക്കുക. എന്ത്? ഉപ്പയോടും ചോദിക്കുക. മക്കളോട് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, നിങ്ങൾ ആരെയാണ് എന്റെ മരണശേഷം ആരാധിക്കുക എന്ന്. അപ്പോൾ അവർ പറഞ്ഞു, ഉപ്പയെ പടച്ച, ഉപ്പയുടെ ഉപ്പയെ പടച്ച, മുമ്പുള്ള പ്രവാചകന്മാരെ ഒക്കെ പടച്ച ആ നാഥനെയാണ് ഞങ്ങൾ ആരാധിക്കുക. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ബാപ്പയോട് പറഞ്ഞു, യാ അബത്ത് ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈഅ. ഒരു ഉപകാരവും ഉണ്ടാക്കാത്ത ഈ ബിംബത്തെ, വിഗ്രഹത്തെ എന്തിനാണുപ്പാ നിങ്ങൾ ആരാധിക്കുന്നത് എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ബാപ്പയോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ വാപ്പയോട് അങ്ങോട്ടും മക്കളോട് ഇങ്ങോട്ടും ഒക്കെ എന്ത് ചെയ്യുക? വാത്സല്യത്തോടെ കഴിയുക, അവരെ പരിപാലിക്കുക, അവരെ നോക്കുക. ഉപ്പക്കും ഉമ്മക്കും വേണ്ടി നിങ്ങൾ ഒരു ലീവ് എടുത്താൽ, ഉപ്പക്കും ഉമ്മക്കും വേണ്ടി ചിലപ്പോൾ അവരെ പരിപാലിക്കാൻ നമ്മൾ അല്പം ഒന്ന് മാറി നിന്നാൽ ജീവിതത്തിൽ ഒരു നഷ്ടവും അതുകൊണ്ട് ഉണ്ടാവുകയില്ല. പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങളുടെ മക്കൾ നിങ്ങളെപ്പോലെയാണ്. നിങ്ങളുടെ മക്കൾ നിങ്ങളെപ്പോലെയാണ്. അവർ നിങ്ങളെപ്പോലെ ആയതുപോലെ അവരുടെ ദീന് കൂടി നിങ്ങളെപ്പോലെ ആക്കണം. അതുകൊണ്ട് ഉപ്പക്ക് ചെന്നിട്ട് ചോദിക്കാൻ കഴിയണം, മക്കളെ നിങ്ങൾ എന്നെ പോലെ ജീവിച്ചാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടുമെന്ന് ഏതൊക്കെ വാപ്പാക്ക് പള്ളുരുത്തിയെന്ന് വീട്ടിൽ ചെന്നാൽ പറയാൻ കഴിയോ? നിങ്ങളുടെ വീട് സുന്ദരമാണ്. പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങളുടെ മകളോട് നിങ്ങൾക്ക് പറയാനാകണം, എന്ത്? മോളെ, എന്റെ പോലെ നീ ജീവിച്ചാൽ നിനക്ക് സ്വർഗം കിട്ടുമെന്ന്. അപ്പൊ വാപ്പയെ നമ്മളോട് ചോദിക്കും, വാപ്പ ഇങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഈ ഓട്ട് കമ്പനിത്തമാതിരി പുകയൊക്കെ ഇങ്ങനെ വിട്ടിരുന്നാല് സ്വർഗം കിട്ടുമോ? അപ്പൊ നമ്മൾ പറയും, മോനെ ഈ അതൊന്നും നോക്കണ്ടാണ്. അവൻ അതും നോക്കും. പിന്നെ അടുത്ത് നമ്മളോട് ചോദിക്കുക, വാപ്പാ നിങ്ങൾ നിസ്കാരമൊക്കെ കഴിഞ്ഞെന്ന് ഉമ്മാനെ ഇങ്ങനെ ചീത്ത പറഞ്ഞു നടന്നാല് ഞാനും അതേപോലെ ആയാല്, മോനെ അതേപോലെ നീ ആകല്ലേ, ഞാൻ അങ്ങനെ ആയിട്ടല്ല. അപ്പൊ അതൊക്കെ നമ്മൾ ശരിയാവും. നമ്മളെ മക്കളെ ഏൽപ്പിച്ചാൽ മതി, അവരെന്ത് ചെയ്യും? അതൊക്കെ നമ്മളെ ശരിയാക്കി തരും. ഉമ്മ, നിങ്ങൾ മോളോട് പറയുമ്പോ മോള് ചോദിക്കുക, ഉമ്മ ഖുർആൻ ക്ലാസ്സിന് പോകാൻ വേറൊരു മക്കനി, കല്യാണത്തിന് പോകാൻ വേറൊരു മക്കനെയൊക്കെ ആക്കി വെച്ചാ ഉമ്മാന്റെ പോലെ സ്വർഗ്ഗം. മോളെ ഈ അതൊക്കെ എന്തിനാ നോക്കണേ? പിന്നെ എന്താ അവള് നോക്കുക? അപ്പൊ നമ്മൾ നല്ല മാതൃകയാണ്. നമ്മുടെ വീട്ടിലെ, നിങ്ങൾ വീട്ടിലെ മാതൃകയാണ്. ഉമ്മ വീട്ടിലെ മാതൃകയാണ്. ബാപ്പയെ നോക്കുന്നതിലും ഉമ്മയെ നോക്കുന്നതിലും നിങ്ങളൊരു മാതൃകയാവുക. മക്കൾ മദ്രസയിൽ പോയിട്ട് പറയും, ഞാൻ എൻ്റെ വാപ്പാനെയും ഉമ്മാനെയും, എൻ്റെ വാപ്പ ഇമ്മയും വാപ്പാനെയും ഉമ്മാനെയും
നോക്കുന്നത് പോലെ ഞാൻ നോക്കും. ആ പദം തന്നെയാണ് നമുക്ക് അംഗീകാരം. ഞാൻ നിങ്ങളുടെ സമയത്തെ കവർന്നെടുക്കാതെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. കൊച്ചു കുരുന്നുകുട്ടികളുടെ കയ്യിലേക്ക് സമ്മാനങ്ങൾ കൊടുക്കുന്ന സന്ദർഭമാണ് ഇനി. നമുക്ക് നിസ്കാരവും ഭക്തി കാര്യങ്ങളൊക്കെ നിർവഹിക്കാനുമുണ്ട്. അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു മാതാപിതാക്കളുടെ അസുഖം ഭേദമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ മക്കൾക്ക് നമ്മളെ നോക്കുവാനും നമ്മുടെ മക്കളെ നമുക്ക് നോക്കുവാനുമുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم الأموات إنك مجيب الدعوات يا قاضي الحاجات وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.